ഹലോ അയ്യോ ഹലോ കൂട്ടുകാരെ, ഇന്ന് ഉണ്ടാക്കാൻ പോണത് കസ താറാവല്ലേ? താറാവല്ല അല്ലേ? അല്ലേ, കോവി, അതായത് മണിത്താറാവ്. വിട്ട ഒരു പറക്കൽ പറക്കുന്നത് പേടിയെടുത്ത നോക്ക്. ചന്ദ്രനിലേക്ക് പോകാൻ ചന്ദ്രനിൽ വയറ്റിലേക്ക് പോകണം. ഞാനിതാ ചേർന്ന് പിടിച്ചു അല്ലെങ്കിൽ ഇതാ പൊട്ടയാണ്. ഓ അപ്പൊ ഇതിനെ നമുക്ക് പാപ്പയും കൂടെയൊക്കെ പറിച്ച് അതിനെ ഉഷാറാക്കി എടുക്കുക. വേറെ സാധനം ശരി വാച്ചാ. ചൂടുവെള്ളത്തിലിട്ടതാണ് പരിപാടി. പിന്നെ ചൂടുവെള്ളത്തിലിട്ടതാലേ വേഗം നല്ല ചൂടാ. കുഴപ്പമില്ല, പെട്ടെന്ന് കിട്ടും. ഓർഡർ ചെയ്യാം. ചൂട് പറഞ്ഞാൽ ചൂടോ? അതെ, ചൂട് ഇതിന്റെ അങ്ങനെ വിടർത്തുക. മോഹൻലാലോ വിടർത്തുക, അതിനുശേഷം കറക്കുക. ഇതേ ചൂട് നമ്മൾ പാലക്കാടൻ ചൂട് പറഞ്ഞു കഴിഞ്ഞാൽ അതിലും ഉള്ള ചൂട്. ഞാനിനേ നിർത്താൻ പോകണം കേട്ടോ കാസ ഈ പരിപാടി. തുടങ്ങി കുറച്ചല്ലായിട്ടുള്ളൂ. ഇല്ല നടക്കുക കാസ. എന്താടാ നടക്കില്ല, പാലക്കാടൻ ചൂടല്ലേ. ഈ ചൂടിൽ ഞാൻ ഇനി ഫുഡ് വെക്കണ നിർത്തുകയാണ്. ഏറ്റവും സ്പഷ്ടമായി അടിപൊളി സംഭവം. പെട്ടെന്ന് പെട്ടെന്ന് വരുന്നിട്ടാ. നീ കട്ടാൻ അറിയില്ല കേട്ടോ. പുള്ളിക്കാട്ട് ഉമ്മത്തിന് കട്ടാൻ അറിയില്ല. ഉമ്മത്തിന് എങ്ങനെ പെണ്ണ് കെട്ടും? അവനെ കഴുത്തി തന്നെ കെട്ടണം പറഞ്ഞോ. ഉമ്മച്ച കഴുത്തി പിടിക്കില്ലടാ. ഇനി അതിൽ തന്നെ കുഴപ്പമില്ല. ഇത് സത്യത്തിൽ ഇങ്ങനെ കരിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ചെറിയ ഇതില്ലേ തൂവലൊക്കെ പോകാൻ വേണ്ടിട്ട് ഇനി ഇത് നീ പിടിക്കും. കാലം കൊടുത്തുള്ളത് അധികം കരിക്കണ്ട കേട്ടോ. ഇല്ല, ഇത് കരിക്കണം നിർബന്ധമില്ലടാ. നമ്മള് ഇവിടെ അല്ലേ കരിക്കുന്നുള്ളൂ. ആ പടിഞ്ഞാറ് നിൽക്കുന്ന ഇത് കരിക്കില്ല. ഈ അള്ളകളിൽ മറ്റേതൊക്കെ കിടങ്ങണ്ട കുറ്റിത്തൊപ്പ, അതിനു വേണ്ടിയിട്ടാണ് കരിച്ചത്. കരിച്ചാ പിന്നെ എല്ലാം പോയില്ലോ. അപ്പൊ മതി. ഇനി മഞ്ഞളിട്ട് കഴുകിട്ടേ വെട്ടാം. മതി മതി അങ്ങനെ. ഓ നമ്മള് കഴുകാൻ മഞ്ഞപ്പൊടി ഇട്ട് കഴുകുക. അതിന്റെ ഇതൊക്കെ പാർട്ടെ ഒരു വെള്ളം ഇതാക്കി കൊടുക്കാം. റെഡി. അതുപോലെ ഇതും ചെയ്താൽ പിന്നെ രണ്ടാം പ്രാവശ്യം ചെയ്യുന്ന രീതിയിൽ നോക്കും. വെള്ളം ഒഴിച്ചോ, കഴുകിയെടുക്കാം. നീ എന്തായാലും നന്നായി വെട്ടിയെടുത്തിട്ടുണ്ടല്ലോ. മതി, നന്നായി ഒന്ന് കഴുകിയെടുത്തില്ല. 2-3 പ്രാവശ്യം കഴുകിയ മതിയേ മതി. വാരി എടുക്കുക. ഇനിയും കഴുകണം. ആദ്യത്തെ കഴുകല്. ഇതേ നമ്മള് കരിച്ചത് കൊണ്ടാണ് ഈ കളർ ഇട്ടത്, അല്ലെങ്കിൽ വെള്ള കളറായി കടിക്കണം. ഇല്ല, വെള്ളം ഒഴിക്കും. ലാസ്റ്റ് ഒന്നുകൂടി കഴുകിയെടുക്കാം. പിന്നെ ഒഴിച്ചോ. അതോ അതിലല്ല, അതിൽ മതി 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 മതി. അപ്പളേ ഇറച്ചിയൊക്കെ വെട്ടി വാരി എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിത് വേവിച്ചെടുക്കണം.
വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചട്ടി ഒന്ന് ചൂടാട്ടെ. ചട്ടി ചൂടായിട്ടുണ്ട്. വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് മഞ്ഞപ്പൊടിയും ഉപ്പും ഇട്ടത് കൊണ്ട് വേവിച്ചെടുക്കണം. മഞ്ഞപ്പൊടി ഇട്ടിട്ടേ വേവിച്ചെടുക്കാനുള്ളത് മഞ്ഞപ്പൊടിയാണ്. കുറച്ചുകൂടി ഇനി ഇത്തിരി ഉപ്പും കൂടി. കാസാ ഇത്തിരി ഉപ്പ് ഇതാ ഉപ്പാണ്. ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഇനി ഇറച്ചി ഇട്ട് കൊടുക്കാം. കാസാ ഇറച്ചി പൊട്ടിക്കാം. ഇട്ടോ അതാ പോയാ അത് പോകും. അത് നോക്കണ്ട. അതിൽ കൂടെ നോക്കുക. ഇതില് എന്താന്ന് വെച്ചാൽ നമ്മൾ കോഴിനെ വേവിച്ച് ചേർക്കണം. പെട്ടെന്ന് വേകും. അല്ലെങ്കിൽ ഇത് വേകണമെങ്കിൽ നല്ല പാടാണ് കേട്ടോ. ഒരു പ്രത്യേക സാധനമാണല്ലോ. ഇറച്ചി നമുക്ക് വേവിച്ചെടുക്കാൻ വേണ്ടി ഇട്ടതാണ്. മുക്കാൽ വേവായി. മുക്കാൽ വേവായി. അപ്പം മാറ്റി വേറെ പാത്രത്തിലേക്ക് ആക്കാം. ഇനി നമുക്ക് കറി വെക്കാം. കറി വെക്കാനുള്ള ചട്ടി വെച്ചിട്ടുണ്ട്. ചൂടാത്ത എണ്ണ വെച്ച് കൊടുക്കാം. ചട്ടി ചൂടായി നമുക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം. എവിടേക്കാണ് കാറ്റ് കൊണ്ടുപോകണം. മതി. എണ്ണ ചൂടായി. പട്ട ഗ്രാമ്പു കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി 2 പൊടി. പച്ചമുളക്, ചെറുള്ളി, കാറ്റുമുണ്ട്. അതിനോടൊപ്പം ചെറുള്ളിയുടെ കാറ്റുണ്ട്. കറിവേപ്പില, വലിയ ഉള്ളി, അതായത് സവാള അത്ര വേണ്ട, നോക്കിയിട്ടിടാം. തേങ്ങ ഓക്കെ 2 തേങ്ങ, തക്കാളി. ഇത് കൂടി കഴിഞ്ഞാൽ പിന്നെ ഇറച്ചി മാത്രം ഇടുന്ന അപ്പോൾ വാരി വെച്ച എല്ലാം കൂടെ തക്കാളി പോട്ടെ. തക്കാളി പറയട്ടെ. തുറന്ന വെച്ചെന്നെ അടിപൊളി. നമ്മൾ അപ്പോൾ വേവിച്ച് വെച്ച ഇറച്ചി മഞ്ഞപ്പൊടി നേരത്തെ ഇട്ടത് തന്നെ അധികം ഇടുന്നു. മതി. മുളക് പൊടി 2 സ്പൂൺ, മല്ലിപ്പൊടി അത് ഒരു 2.5, കുരുമുളക് പൊടി 1.5, ഗരം മസാല അതൊരു 1.5 മതി. എന്നിട്ട് ഇത് കാശ്മീർ ചില്ലി ചോക്കട്ടെ. വീട്ടില് വെള്ളം ഒഴിക്കില്ല. ഒരു കാശ്മീർ ചില്ലിയാണ്. ഓ കാറ്റ് മതി അല്ലേ, ഒരു കളറുമായില്ലേ. അപ്പോഴേ ഇത്തിരി ഉള്ളി പതക്കാനല്ലേ ഇട്ടുള്ളൂ. അതെ അതെ ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കാം.
വേവാനുള്ളതായിക്കോട്ടെ അല്ലേ? വെള്ളം ഒതുങ്ങി ഇറങ്ങോ? വേവാനുള്ളത് മാത്രം മതി. നേരത്തെ ഞങ്ങൾ വേവിച്ചിട്ട് കുറച്ചല്ലേ ചുരുണ്ട് വന്നിട്ടുണ്ട്. ഇനി വെള്ളം ഒഴിച്ചോ. വെള്ളം ഒഴിച്ചോ. പാലക്കാടൻ കാറ്റ് വരുമ്പോൾ വെള്ളം സമയം പോകുന്നുണ്ട്. മൂടി വെച്ചിട്ട് ഒറ്റ വേവിക്കും കേട്ടാ. മതി. ഉപ്പ് ഇത്തിരി വെള്ളം വെച്ചുകൊണ്ട് ഉപ്പ് ഇത്തിരി വെച്ചുകൊണ്ട് നമുക്ക് മൂടി വെക്കാം അല്ലേ? വേവട്ടെ, നന്നായി വേവട്ടെ. കൊറേ നേരം എന്തായി നോക്കട്ടെ. ആ ഒക്കെ സെറ്റായി കൂടി. ഞങ്ങൾ കുറച്ചു നേരം എന്തായാലും തുറന്നു വെച്ച് വേവിച്ചു. അപ്പൊ ഇത്തിരി വെള്ളമൊക്കെ വറ്റിച്ചിട്ടാണ് ഇത്തിരി മൂടി വെച്ചത്. അപ്പോൾ നമുക്കിനി കറിവേപ്പിലയും മല്ലിത്താഴി കേട്ടോ. അത് ഇട്ടോ മല്ലിത്താഴി ഇട്ടോ, കറിവേപ്പില ഇട്. കറി ആയിട്ടുണ്ട് മസ്കോവി. ഉമ്മച്ചിന്റെ ആണ് കേട്ടോ മസ്കോവി. എന്റെ മണിത്താറാവും. ഇങ്ങനെയാ കാട്ടി, ഇവിടെയാ കാട്ടി. മച്ചാ മറ്റേ ഇതൊക്കെ എടുത്തിട്ട് വാ. ഇവിടെ മച്ചാ ഇതാ ചപ്പാത്തി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നീ കറി ചപ്പാത്തി ചപ്പാത്തിന്റെ മണിത്താറാവ് ചപ്പാത്തി. എന്താ അല്ലേ കളറ്? മണോ? മണം. ചാറില്ല, ഞമ്മ കുറുക്കിട്ടാ വെച്ചിരിക്കുന്നത്. താറാവിന്റെ ആ കുഞ്ചാ രണ്ട് മറ്റേ പത്തിരി ഇരിക്കട്ടെ. ഓൻപ് ടൈമല്ലേ, അപ്പൊ അവന്റെ മെയിൻ ഐറ്റം ആണല്ലോ പത്തിരി. വെള്ളപ്പത്തിരി എല്ലാം ഇരിക്കട്ടെ. ചപ്പാത്തിയും പത്തിരിയും മസ്കോവി. പിന്നെ മസ്കോവി കഴിച്ചോ, കഴിക്കേ നീ തരോ, കഴിക്ക എല്ലാവരും കഴിക്കേ. ഇവിടെ നമ്മളെന്തായാലും നോക്കാം അല്ലേ? നമ്മുടെ മസ്കോവി അത് നമ്മൾ സത്യത്തില് എന്തോ പറയാൻ വന്നാണ് കയ്യിൽ പോയി. അപ്പഴേ പത്തിരിയും മണിത്താറാവും കൂടിയിട്ടാണ് അടിച്ചത്. ചപ്പാത്തി ഉണ്ട്, ചപ്പാത്തി നോക്കട്ടെ കേട്ടോ. പക്ഷെ ചപ്പാത്തിയും പത്തിരി ഒക്കെ ഒരേ നൈസ് ഇല്ലേ, അത്രയും സോഫ്റ്റ് ആയിട്ടായിരിക്കും. ചപ്പാത്തിനോട് സൂപ്പർ കേട്ടോ. ചപ്പാത്തിനോട് അത്ര ടേസ്റ്റ് ഇല്ല, ചപ്പാത്തിനോട് നല്ല കോമ്പിനേഷൻ. ഈ മണിത്താറാവേ നല്ല വേവാണ്. ഞങ്ങൾ ഒരുപാട് വേവിച്ചെടുത്തതുകൊണ്ട് വലിയ കുഴപ്പമില്ല. എന്നാലും ചിലതില്ലേ വന്നപ്പോഴേ ടേസ്റ്റ് ഉണ്ട്, വേറെ ടേസ്റ്റ്. സാധാരണ കോഴിന്റെ സാധാരണ താറാവിന്റെ ടേസ്റ്റ് അല്ല, വേറൊരു വെറൈറ്റി ടേസ്റ്റ് ആണ്. അത് നല്ല ഒരു മണിക്കൂർ കണക്കിന് വേവിച്ചെടുത്ത് നന്നായി കഴിക്കട്ടെ. മണിത്താറാവ് മണി പോലെ ഞങ്ങളെ ഇന്നലെ ഇത് കഴിച്ചോണ്ടിരിക്കുക. ഇനി ഒന്നും ഞങ്ങൾ പറയാൻ നിൽക്കില്ല. നമ്മുടെ ക്യാമറമാനില്ലേ അവിടെ വെള്ളം മീൻ കഴിക്കുക. അപ്പൊ ഞങ്ങൾ അത് വൈകില്ല. അപ്പൊ നല്ലൊരു സംഭവമാണ് മണിത്താറാവ്. ഞങ്ങളിത് സത്യത്തിൽ ആദ്യമായിട്ടാണ് അല്ലേ നന്നായിട്ടുണ്ട് പരീക്ഷയാണ്. അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. ബൈ.